ചില കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ചൂടുവെള്ളം പമ്പ് ചെയ്യുന്ന പമ്പുണ്ടോ, മൈൽഡ് കെമിക്കൽസ് പമ്പ് ചെയ്യുന്ന പമ്പുണ്ടോ, അതുപോലെ ഫുഡ് ഗ്രേഡഡ് മെറ്റീരിയൽസിലുള്ള പമ്പുണ്ടോ, അതുപോലെ ഡീസൽ ആൻഡ് പെട്രോൾ പമ്പ് ചെയ്യുന്ന പമ്പുണ്ടോ, അങ്ങനെ പല ആപ്ലിക്കേഷൻസിന് വേണ്ടിയുള്ള പല ടൈപ്പിലുള്ള പമ്പിനെ പറ്റി ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ട്. ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ലൂബി ബ്രാൻഡിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മോണോ ബ്ലോക്ക് ആണ്. ഇത് MXF സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസിലുള്ള ഒരു പമ്പാണ്. MXF സീരീസിൽ 1.5 HP മുതൽ 2 HP വരെയുള്ള പമ്പ്സ് അവൈലബിൾ ആണ്. അതായത് ഈ പമ്പ് എന്ന് പറയുന്നത് വാട്ടർ കോൺടാക്ട് വരുന്ന കംപ്ലീറ്റ് പോർഷൻസും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അപ്പോൾ ഈ പമ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. ഇതൊരു ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ്, നല്ല ഹാൻഡി ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ സ്റ്റേറ്റർ ബോഡി ഡൈകാസ്റ്റഡ് ആയിട്ടുള്ള അലോയ് ടൈപ്പ് ആയിട്ടുള്ള ഡൈകാസ്റ്റഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു മെറ്റൽ, ഇതിന്റെ ഫാൻ കവർ യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫാൻ കവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു സിംഗിൾ ഫേസ് പമ്പാണ്. അപ്പൊ ഇതില് കപ്പാസിറ്റർ ബോർഡിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നെയിം പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ ലൂബി ബ്രാൻഡ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിന്റെ മോഡൽ നമ്പർ MXF 101 ആണ് ഇതിന്റെ മോഡൽ നമ്പർ. ഇതിന്റെ വൈൻഡിങ് ക്ലാസ് F ക്ലാസ് ഇൻസുലേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഹെഡ് മാക്സിമം ഹെഡ് വന്നിട്ട് 25 മീറ്റർ ആണ് ഇത് ഹെഡ് കാണിച്ചേക്കുന്നത്. 19 മുതൽ 25 മീറ്റർ ആണ് ഇതിന്റെ ഹെഡ് റേഞ്ച്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 19 മീറ്ററിൽ 120 LPM കിട്ടും, 25 മീറ്ററിൽ 20 LPM ആണ് ഇതിന്റെ ഡിസ്ചാർജ്. 1 HP ആണ് ഇതിന്റെ പവർ റേറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ കറണ്ട് മാക്സിമം നോക്കി കഴിഞ്ഞാൽ 5.5 ആംസ് ആണ് ഇതിന്റെ കറണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കേസിംഗ് നോക്കി കഴിഞ്ഞാൽ ഫുള്ളി SS ആണ് ഇതിന്റെ കേസിംഗ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കണക്ട് ചെയ്തിരിക്കുന്ന ഇതിന്റെ സ്റ്റഡ്, അതുപോലെ ഇതിന്റെ ത്രെഡ്, ഇൻസൈഡ് വരുന്ന ത്രെഡ് പോർഷൻസ്, അതുപോലെ വെയർലൈസിംഗ് സ്റ്റഡ്, മേളിലും താഴെ വെയർലൈസിംഗ് സ്റ്റഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റഡുകളെല്ലാം തന്നെ ഫുള്ളി SS 304 ഗ്രേഡിലാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കേസിംഗ് ഊരിയിട്ടുള്ള ഒരു പമ്പാണ്. ഇത് വേറൊരു പമ്പാണ്. ഇത് ഞങ്ങള് 2020 ഒരു കോറിയില് കെമിക്കൽ പമ്പിങ്ങിന് വേണ്ടി കൊടുത്തൊരു പമ്പാണ്. അപ്പൊ ഇതിന്റെ ഇത് പിന്നെ സർവീസിന് വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തതാണ്. അപ്പൊ ഇത് കേസിംഗ് ഇറക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പമ്പ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇതിനകത്ത് യാതൊരു വിധമായ ദ്രവിച്ചു പോവുകയോ അല്ലെങ്കിൽ വേറെ ഡാമേജസോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പലറായിട്ടും സ്റ്റഡും ഇതിന്റെ ഇതിന്റെ ഓറിങ്സും അതുപോലെ ഇതിന്റെ കേസിംഗും ഡൂമും എല്ലാം ഫുള്ളി SS അതെ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ആ ഒരു ഫിനിഷിംഗിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലൊരു സ്പെഷ്യൽ ഗ്രേഡ് ആയിട്ടുള്ള ഇതിന്റെ വാട്ടർ സീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് 90 ഡിഗ്രി വരെ ഇത് ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതായത് 90 ഡിഗ്രി വരെയുള്ള ചൂടുവെള്ളം നമുക്ക് ഈ പമ്പ് ഉപയോഗിച്ച് നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും. യാതൊരു വിധമായ പ്രശ്നങ്ങളും വരത്തില്ല. നോർമലി പമ്പിൽ നമുക്കൊരു 60 ഡിഗ്രിക്ക് മേളിൽ പോയി കഴിഞ്ഞാൽ നോർമൽ സീലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സീലിന്റെ റബ്ബറൊക്കെ ഉരുകി പോകാനും അത് ഡാമേജ് ആകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇതിൽ സ്പെഷ്യൽ ഗ്രേഡ് ആയിട്ടുള്ള സീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് 90 ഡിഗ്രി വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഈ ടൈപ്പ് പമ്പുകൾ ഞങ്ങൾ ഒത്തിരി ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡീസൽ പമ്പിങ്, പെട്രോൾ പമ്പിങ്, അതുപോലെ ഹോട്ട് വാട്ടർ ആപ്ലിക്കേഷൻ, സർക്കുലേഷൻ പമ്പ്, നമ്മുടെ ഹീറ്റ് പമ്പ്സിലൊക്കെയുള്ള സർക്കുലേഷൻ പമ്പിന് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റിൽ, ഹോസ്പിറ്റലുകളിൽ ഡയാലിസിസ് യൂണിറ്റിൽ ഫുഡ് ഗ്രേഡഡ് മെറ്റീരിയൽ ആയിട്ടുള്ള പമ്പാണ്, അത് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് വന്നതിന് ശേഷം ആ ചൂടുവെള്ളം നമ്മൾ പമ്പിങ് ചെയ്യാൻ വേണ്ടി ഈ പമ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ RO പ്ലാന്റുകളിൽ നമ്മൾ ക്ലിയർ വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഈ ബോട്ടിൽ ഫില്ലിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ബോട്ടിൽ ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യുന്ന സ്റ്റേഷനുകളിൽ നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രേഡിലുള്ള പമ്പ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പമ്പാണ്. ഇനി ഡൊമസ്റ്റിക് ആപ്ലിക്കേഷനിൽ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ മോണോ ബ്ലോക്സ് ഒക്കെ തന്നെ കാസ്റ്റേൺ കേസിംഗ് ആണ് വരാറുള്ളത്. അപ്പൊ കാസ്റ്റേൺ കേസിംഗിൽ ചില സ്ഥലങ്ങളിലെ വെള്ളത്തിൽ ഓരിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അയൺ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കാസ്റ്റേൺ കേസിംഗ് ദ്രവിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ആ സ്ഥലങ്ങളിൽ നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് പമ്പ്സിൽ ആപ്ലിക്കേഷൻസിൽ ഈ പമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും വലിയ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതിന്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് ഇതിനുള്ളത്. അപ്പൊ ഈ പ്രോഡക്ട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ പമ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സ്ക്രീനിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ കമന്റുകളായിട്ട് അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.